എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനോടനുബന്ധിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ് ഗോസ് ലൈക്ക് ദിസ്. എക്സാമ്പിൾ തന്നിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ. എന്താണ് ഇതിൽ പറയുന്നത്? 2, 4, 6, 8 ഇതാണ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? 2ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 4 കിട്ടുക? 2 + 2 ആണ് അല്ലേ? 4 + 2. അപ്പോൾ ഈ നമ്പർ സീക്വൻസ് കിട്ടുന്നത് 2 ആഡ് ചെയ്ത് വരുമ്പോഴാണ്. എല്ലാത്തിൻ്റെയും കൂടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2, സെക്കൻഡ് ടേമിൻ്റെ കൂടെ 2, അങ്ങനെ 2 പ്ലസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് സീക്വൻസ് ആണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് കാണുക. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കിട്ടും. ഇപ്പോൾ 4 - 2 എന്താണ്? 2 അല്ലേ? അതുപോലെ കോമൺ ഡിഫറൻസ് നെക്സ്റ്റ് ഒരു പ്രാവശ്യം 6 - 4 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് തുല്യമായിരിക്കും. അപ്പോൾ ഇതിനെ എന്ത് പറയാം? നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. കൂടുതൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. 1, 3, 5 എന്നൊക്കെ പറയുന്നത് ഓഡ് നമ്പേഴ്സ്. അതിലും എന്താണ്? 1ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലോ? 3, 1 + 2, 3 + 2 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കാം. ഡിഫറൻസ് എന്താ പറയുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്താണ് കോമൺ ഡിഫറൻസ്? 2. അതുപോലെ എന്ത് വരും? 5 - 3, 5 - 3യും എന്താണ്? 2 ആണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി ഒരു എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിൻ്റെ പകുതി. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 1/2. സെക്കൻഡ് ടേം എന്താണ്? 1. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്നും നമ്മൾ എന്ത് കുറച്ച് നോക്കുക? ഫസ്റ്റ് ടേം കുറച്ച് നോക്കുക. അപ്പോൾ 1 ഹാഫ് പോയാൽ എത്രയാണ്? ഹാഫ് + ഹാഫ് അല്ലേ 1. 1 ഹാഫ് പോയാൽ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അതുപോലെ തേർഡ് ടേമായ 1½ നിന്നും 1 കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും. അപ്പോൾ ഇത് 3 എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സീക്വൻസ് ഓഫ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് പോളിഗൺസ് ഓർഡേർഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ഏതൊരു റെഗുലർ പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഈ 360 എന്ന് എഴുതുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ? സംശയമുണ്ടോ? 360യുടെ കൂടെ ഏത് കൂട്ടിയാലാണ് 360 കിട്ടുക? 0 കൂട്ടിയാലാണ് 360 കിട്ടുക. വീണ്ടും 360യുടെ കൂടെ 0 കൂട്ടുമ്പോഴാണ് 360 കിട്ടുന്നത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ ഒന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കൂ. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0 അല്ലേ കിട്ടുന്നത്. അതുപോലെ തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറച്ചാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. കോമൺ ഡിഫറൻസ് 0 ആയാലും അതെന്ത് തന്നെയാണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് നമ്മൾ പ്ലസ് ചെയ്യണത്? 0 ആഡ് ചെയ്തു എന്ന് പറയാം. 360 + 0 360, 360 + 0 360. അപ്പോൾ കോമൺ ഡിഫറൻസ് D ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് എ ടാങ്ക് കണ്ടെയ്നിങ് 100 liters ഓഫ് വാട്ടർ. ഒരു ടാങ്കിൽ 100 ലിറ്റർ വെള്ളമുണ്ട്. അതിൽ നിന്നും 5 ലിറ്റർ വെള്ളം ഒഴുകി പോവാണ്. 5 liters ഈച്ച് അവർ. ഓരോ മണിക്കൂറും 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ഫ്ലോസ് ഔട്ട് ഓഫ് എ ടാങ്ക്. ടാങ്കിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നു. അപ്പോൾ അതിൽ എത്ര ബാക്കി ഉണ്ടാവും? 5 ലിറ്റർ പുറത്തേക്ക് ഒഴുകിപ്പോയാൽ 100ൽ നിന്ന് 5 കുറഞ്ഞാൽ എന്താണ്? 95. പിന്നെ അടുത്ത മണിക്കൂറിൽ എത്രയാവും? 90. 5 കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ? ഇങ്ങനെയാണെങ്കിലും അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്? ഇവിടെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. സെക്കൻഡ് ടേമിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടേം കുറയ്ക്കുന്നത്. അപ്പോൾ 90 - 95 എന്താണ്? -5. സ്മോൾ നമ്പറിൽ നിന്ന് ബിഗ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിഗിൽ നിന്നും സ്മോൾ കുറച്ചിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ഇനി തേർഡ് ടേമിൽ നിന്ന് കുറച്ച് നോക്കൂ. 85ൽ നിന്നും 90 കുറച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ 90ൽ നിന്ന് 85 കുറയ്ക്കും. എന്നിട്ട് മൈനസ് സൈൻ ഇട്ടും. കാരണം സ്മോളിൽ നിന്ന് ബിഗ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ആൻസറാണ് കിട്ടുക. അപ്പോൾ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്ത് കൂട്ടി എന്ന് പറയാം? 95ൽ കൂടെ -5 കൂട്ടി എന്ന് പറയാം അല്ലേ? എന്ത്? 95ൽ കൂടെ
-5 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ശരിക്കും അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇടും അല്ലേ? അപ്പോൾ 95ൽ കൂടെ നമ്മൾ എന്ത് കൂട്ടി എന്ന് പറയാം? -5 -5 കൂട്ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് വൺ നമ്പർ അഗൈൻ ആൻഡ് അഗൈൻ. ഒരു സംഖ്യ വീണ്ടും വീണ്ടും കൂട്ടിയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസിൽ x1 x2 x3 എന്നാണ് നമ്മൾ ഓരോ ടേമിനും പറയുന്നത് എങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x2 മൈനസ് x1 ആയിരിക്കാം, അല്ലെങ്കിൽ അതെന്തായിരിക്കാം? x3 മൈനസ് x2 ആവാം. ഇതെല്ലാം ഈക്വലാണ്. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ കിട്ടുന്നതും തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറച്ചാൽ കിട്ടുന്നതും തുല്യമായിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? കോമൺ ഡിഫറൻസ് എന്ന് പറയുക. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, x3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം. അറിയാൻ എളുപ്പത്തിലാണ് നമ്മളിങ്ങനെ x1 x2 x3 നമ്മൾ എഴുതണം. ഇത് x4 ഉണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും? x4 മൈനസ് x3 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് വെദർ ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. തന്നിട്ടുള്ള സീക്വൻസ്, ഇനി നമ്മൾ സീക്വൻസ് ആദ്യം നമ്മൾ എഴുതണം, എന്നിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഗീവ് റീസൺ ഓൾസോ. റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പോൾ നമുക്ക് എഴുതാം നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്ന സംഖ്യ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 4ൻ്റെ ടേബിൾ എല്ലാവരും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് 4, 8, 12 കൂടാതെ നമ്മളൊരു 0 കൂടി ഇടും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പ്ലസ് ചെയ്യും? 1 പ്ലസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. 1 റിമൈൻഡർ വരണമെങ്കിൽ 1 പ്ലസ് ചെയ്യുക. 4 + 1 5, 8 + 1 9, 12 + 1 13. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 എന്താണ്? 1, 5, 9, 13 ഇങ്ങനെ പോവും. ഇനി ഇതിനെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. x2 മൈനസ് x1 കണ്ടുപിടിക്കുക. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതിൻ്റെ ആൻസർ എന്താണ്? 4. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള x3 മൈനസ് x2 കണ്ടുപിടിക്കുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. 9 - 5 = 4. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോമൺ ഡിഫറൻസ് 4 കിട്ടിയില്ലേ? ഉത്തരം എഴുതാം. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഡിഫറൻസ് 4. നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് with difference is equal to 4. അപ്പോൾ 4 കിട്ടിയത് കാരണം നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഡിഫറൻസ് 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 2. 1 or 2 റിമൈൻഡർ കിട്ടുന്നത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4ൻ്റെ ടേബിൾ എഴുതാണ്. റിമൈൻഡർ 1 കിട്ടുക. അപ്പോൾ 1ഉം വേണം 2ഉം വേണം. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? 4ൻ്റെ ടേബിൾ 2 പ്രാവശ്യം എഴുതാം. 4ൻ്റെ ടേബിൾ 4 4, 8 8, പിന്നെ എന്താണ് 8 4s are 12 12 അങ്ങനെ എഴുതുക. അതേപോലെ 0യും 2 പ്രാവശ്യം എഴുതുക. അപ്പോൾ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യം എഴുതുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എന്ത് പ്ലസ് ചെയ്യും? 1, റിമൈൻഡർ 1, പിന്നെ റിമൈൻഡർ 2 വരണം. അപ്പോൾ എന്താണ്? 0ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 1, 2 കൂട്ടിയപ്പോൾ 2, 4ൻ്റെ കൂടെ 1, 4ൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 5ഉം 6ഉം കിട്ടും. അതുപോലെ 8ൻ്റെ കൂടെ 1, 8ൻ്റെ കൂടെ 2 കൂട്ടുക. 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9, 8ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 10. അതേപോലെ 12ൻ്റെ കൂടെയും 1ഉം 2ഉം പ്ലസ് ചെയ്യുക. അപ്പോൾ 13, 14. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശം? റിമൈൻഡർ 1 കിട്ടുന്നതും 2 കിട്ടുന്നതും ഇടകലർത്തി എഴുതിയിരിക്കുകയാണ്. 1 or 2. അപ്പോൾ 1 വരുന്നതാണെങ്കിൽ 1, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? 2, പിന്നെ 1 വരണത് 5, 2 റിമൈൻഡർ വരണത് 6, 9 അവിടെ നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. 10, 13,
14 എക്സെട്ര. അപ്പോൾ റിമൈൻഡർ 1ഓ 2ഓ വരാവുന്ന നമ്പേഴ്സാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കോമൺ ഡിഫറൻസ് 2 കണ്ടാൽ മതി. x2 മൈനസ് x1 കണ്ടുപിടിക്കുക. x2 മൈനസ് x1 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ത് കിട്ടും? 1. ഇനി കോമൺ ഡിഫറൻസ് x3 മൈനസ് x2 എന്ന് കണ്ടുപിടിച്ചു നോക്കിയേ. x3 മൈനസ് x2 അപ്പോൾ എന്ത് വരും? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. 5 മൈനസ് 2 എന്താണ്? 3 ആണ് വരണത് അല്ലേ. ഡിഫറൻസ് കണ്ടുപിടിച്ചു അല്ലേ. ഡിഫറൻസ് x2 മൈനസ് x1 1 ആണ്, x3 മൈനസ് x2 3 ആണ്. അപ്പോൾ ഡിഫറൻസ് നമുക്ക് സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ദിസ് ഈസ് നോട്ട് an arithmetic sequence since the difference is not the same, since the common difference is not the same, ഒരേപോലെ അല്ല, അത് കാരണം ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് എഴുതി വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എഴുതാവുന്നതാണ്. വർഗം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 ഇൻറ്റു 2. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 ഇൻറ്റു 1. അപ്പോൾ 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 എന്താണ്? 4, 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു 4 16. അങ്ങനെ എഴുതുന്നതാണ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇനി വേഗം ഡിഫറൻസ് കണ്ടുപിടിക്കുക എല്ലാവരും. ഡി എന്താണ്? x2 മൈനസ് x1 കാണുക. അപ്പോൾ എന്ത് വരും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3 ആണ് വരുന്നത്. ഇനി x3 മൈനസ് x2 കണ്ടുപിടിക്കുക. x3 മൈനസ് x2 പറഞ്ഞാൽ തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറച്ചാൽ എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോൾ അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അല്ല, ഡിഫറൻസ് സെയിം അല്ല. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? ദിസ് ഈസ് നോട്ട് an arithmetic sequence since the common difference is not the same. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 എന്ന് വരുന്ന എണ്ണൽ സംഖ്യകളുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? തല തിരിച്ചിടുക. 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ എഴുതാം. 1ൻ്റെ റെസിപ്രോക്കൽ 1. 2ൻ്റെ റെസിപ്രോക്കൽ എന്നാണ് 1/2. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അങ്ങനെ തല തിരിച്ചിട്ടാൽ എന്തായി? റെസിപ്രോക്കലായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ഹാഫിൽ നിന്നും 1 പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 നിന്ന് ഹാഫ് പോയാൽ എത്ര? ഹാഫാണ് അല്ലേ. ഹാഫ് പ്ലസ് ഹാഫ് അല്ലേ 1. അപ്പോൾ ഹാഫിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തിടണം? നെഗറ്റീവ് സൈൻ ഇടണം. -1/2. ഇനി ഒരു പ്രാവശ്യം കൂടി കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? x3 മൈനസ് x2 കൂടി കണ്ടുപിടിക്കുക. എന്നിട്ട് അവർ ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ അല്ലെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. 1/3 മൈനസ് 1/2. എങ്ങനെ 1/3 മൈനസ് 1/2 ചെയ്യുക? എത്ര പേർക്കറിയാം? 1/3 മൈനസ് 1/2. ഒരു മെത്തേഡ് ഞാൻ പറയാം. LCM മെത്തേഡ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ക്രോസ് ചെയ്യാം. 3 ഇൻറ്റു 1 ഇൻറ്റു 2 3 ഇൻറ്റു 1. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എവിടുന്ന് തുടങ്ങണം? എവിടുന്ന്? ലെഫ്റ്റ് സൈഡിൽ നിന്ന്. 1 ഇൻറ്റു 2 ആദ്യം ചെയ്യണം. 3 ഇൻറ്റു 1 ചെയ്യരുത്. ന്യൂമറേറ്റർ ഓഫ് ദ ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ വെച്ച് തുടങ്ങണം കേട്ടോ. 1 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 3 അതാദ്യം ചെയ്യുക. ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. 3 ഇൻറ്റു 2 ആണ് പ്രോഡക്റ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ 1 ഇൻറ്റു 2 എന്താണ്? 2. 1 ഇൻറ്റു 3 എന്താണ്? 3. 3 ഇൻറ്റു 2 6. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. ചെറുതെന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ -1/6 ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഉത്തരം എഴുതിക്കൂടെ? ഫൈനൽ ആൻസർ നിങ്ങൾ തന്നെ എഴുതുക. ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് സിൻസ് ദ ഡിഫറൻസസ് നോട്ട് ദ സെയിം. കോമൺ ഡിഫറൻസസ് നോട്ട് ദ സെയിം. ഇനി 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ പവർ കൊടുക്കുക. 2ൻ്റെ പവർ 0 ആവാം, 2ൻ്റെ പവർ 1 ആവാം, 2 സ്ക്വയർ ഓർഡറിൽ ഇങ്ങനെ എഴുതി പോവാം. 2 ക്യൂബ് മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പവർ ഒന്ന് കണ്ടുപിടിച്ചേ. 2 raised to 0 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ പവർ 0 ആയാലും 1 ആണ്.
a⁻0 ലോസ് ഓഫ് ഇൻഡൈസിസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഏത് നമ്പറിൻ്റെ പവർ 0 ആയാലും അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആണ്. 2⁻1 എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? 2നെ ഒരു പ്രാവശ്യം ഗുണിച്ചാൽ മതി. അപ്പോൾ എന്താണ് 2? 2 സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2വിനെ 2 പ്രാവശ്യം, ഈ മുകളിലുള്ള എക്സ്പോണൻ്റ് കാണിക്കുന്നത് എത്ര പ്രാവശ്യം ഗുണിക്കണം എന്നാണ്. ഇത് എത്ര പ്രാവശ്യം, അടിയിൽ ബേസിനെ എത്ര പ്രാവശ്യം ഗുണിക്കണം. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2വിനെ എത്ര പ്രാവശ്യം ഗുണിക്കണം? 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതിയേ. 2⁻1 എന്താണ്? 2. 2⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തന്നെ. 2 സ്ക്വയർഡ് എന്താണ്? 2 × 2 4. 2 ക്യൂബ് 2 × 2 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 8. അപ്പോൾ ഇത് നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ വേഗം ചെയ്ത് എല്ലാവരും ഡിഫറൻസ് എന്താ കാണുക? x2 - x1 കാണുക. x2 - x1 എന്താണ്? 2 - 1 1 ആണ് അല്ലേ? ഇനി വീണ്ടും ഡിഫറൻസ് കാണുക. എങ്ങനെ കാണും? x3 - x2 തേർഡ് ടേം എന്ന്, x3 - x2 തേർഡ് ടേം 4 - 2 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2. കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? ദിസ് ഈസ് not an arithmetic sequence since the difference is not the same. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹാഫ്സ് ഓഫ് ഓഡ് നമ്പർ. ഓഡ് നമ്പർ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയോ? 1 3 5 7 ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്? ഹാഫ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ഇത്. ഇനി ഹാഫ്സ് ഓഫ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/2 3/2 ഇതാണ് ആൻസർ. 5/2 7/2 ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഇതാണ്. അപ്പോൾ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വരും? 3/2 - 1/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 - 1. ഡിനോമിനേറ്റർ സെയിം ആയത് കാരണം ക്രോസ് ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക? 3 - 1/2. 3 - 1 എന്താണ്? 2/2. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 1. അതുപോലെ നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടി കണ്ടുപിടിക്കുക. ഏത്? തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറയ്ക്കുക. അപ്പോൾ എന്താ കിട്ടുക? 5 - 3 എന്താണ്? വീണ്ടും 5 - 3/2. 5 - 3 എന്താണ്? 2/2. ആൻസർ 1 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക? ഇവിടെ നമ്മൾക്ക് ഡിഫറൻസ് സെയിം ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഡിഫറൻസ് 1. അത് ആൻസർ, ഫൈനൽ ആൻസർ എഴുതണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഈ പിക്ചറുകളിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? If we compute the pattern of pictures, are the sequences above arithmetic sequence? അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, if we continue the pattern of pictures, are the sequences above arithmetic sequence എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താൽ ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര ചെറിയ സ്ക്വയറുകളുണ്ട്? ഇവിടെ നിന്ന് എണ്ണി നോക്ക്. ഇതൊരു സ്ക്വയർ അല്ലേ? അതേപോലെ 1 2 ഇതെന്താണ്? 3 4. ഇവിടെ നോക്കുക. 1 2 3 4 5 6. 1 2 3 4 5 6 7 8. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാം. എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്? 2, ഫസ്റ്റിൽ 2, പിന്നത്തേൽ 4, പിന്നെ എത്ര ഉണ്ട്? 6, പിന്നെ 8. ഇനി ഇങ്ങനെ എഴുതിയപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? കണ്ടിന്യൂ ആർ ദ സീക്വൻസ് എബവ് അരിത്തമെറ്റിക് സീക്വൻസ് 10 12 etc. Are they equal? Because the difference is same. This is an arithmetic sequence with difference 2. നിങ്ങൾക്ക് ഉത്തരം എഴുതാം. This is an arithmetic sequence with difference 2. നിങ്ങൾക്കറിയാം 2 2 2 പ്ലസ് ചെയ്യണം അല്ലേ? പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? അതിപ്പോൾ നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? എത്ര ലാർജ് സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ സ്മോൾ സ്ക്വയർ കൂടാണ്ട് വല്ല വലിയ സ്ക്വയറും ഇതിൽ കാണാനുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇതിൽ നോക്കും.
ഇതിൻ്റെ ഷേപ്പ് ഫസ്റ്റ് ഷേപ്പ് റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഇതിൽ സ്ക്വയർ കിട്ടില്ല. അപ്പോൾ അതിൽ സ്ക്വയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതുക? 0 സ്ക്വയേഴ്സ്, ലാർജ് സ്ക്വയേഴ്സ് 0. ഇനി ഇതിൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? അതൊക്കെ ബാക്കി സ്മോൾ സ്ക്വയേഴ്സ് കൂടാണ്ട് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഒരു ലാർജ് സ്ക്വയർ മാത്രമേ ഇതിലുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 1 എഴുതും. ഇനി തേർഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട ഈ ഫസ്റ്റ് 2 സ്മോൾ സ്ക്വയേഴ്സ് കൂടി കൂട്ടിച്ചേർന്നാൽ ഒരു വലിയ സ്ക്വയറായി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് ഇതേ ഇവിടെ നോക്കുക, ഈ രണ്ടാമത്തെ സ്മോൾ സ്ക്വയറിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വരച്ചാൽ വീണ്ടും നമുക്കൊരു സ്ക്വയർ കിട്ടി. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ എത്ര സ്ക്വയർ കിട്ടി? നമുക്ക് 2 സ്ക്വയർ കിട്ടി ഇവിടെ അല്ലേ. ഇനി ഇതിൽ നിങ്ങൾക്ക് ചെയ്യാമോ? ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഇത് രണ്ടും കൂടി കൂട്ടി ഒരു സ്ക്വയറായി. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതേ ഇവിടെ ഇങ്ങനെ എടുത്താലും നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി അല്ലേ. ഇവിടെ ഒരു സ്ക്വയർ കിട്ടിയില്ലേ. ഇനി അതുപോലെ നടുക്കിലില്ലേ ഒരു സ്ക്വയർ കണ്ട, നടുക്കിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് ദേ ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നടുക്കിലും ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ. രണ്ടറ്റത്തും ഓരോ സ്ക്വയർ ഉണ്ട്, നടുക്കിലും ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയറായി? 3 സ്ക്വയേഴ്സായി. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കൂ. കോമൺ ഡിഫറൻസ് x2 - x1, 1 - 0, 1. പിന്നെ അടുത്തത് എന്ത് വരും? 2 - 1. 2 - 1 ഈസ് ഓൾസോ അതെന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ? യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. യെസ്. അപ്പോൾ അത് എഴുതുക. ലാസ്റ്റ് ചോദിക്കേണ്ട അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 1. 1 ഡിഫറൻസ് വരുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ? എല്ലാം കൂടി എത്ര ഉണ്ട്? അപ്പോൾ നമ്മൾ സ്മോൾ സ്ക്വയേഴ്സ് നമ്മൾ എഴുതി. സ്മോൾ സ്ക്വയേഴ്സ് എത്ര എഴുതിയ? സ്മോൾ സ്ക്വയേഴ്സ് എഴുതി 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് എഴുതി അല്ലേ. ഇനി ബിഗ് സ്ക്വയേഴ്സ് എത്ര എണ്ണം നമുക്ക് കിട്ടിയത്? 0, 1, 2, 3 അങ്ങനെയല്ലേ വന്നത്. അപ്പോൾ ഇനി ടോട്ടലാണ് കാണാൻ വന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് കാണാൻ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. സ്മോൾ സ്ക്വയേഴ്സും ബിഗ് സ്ക്വയേഴ്സും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായി 2, 4 + 1 5, 6 + 2 8, 8 + 3 11 ഇങ്ങനെ പോവും അല്ലേ. ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ? ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഡിഫറൻസ് എന്താ വരണേ? 5 - 2 എന്താണ്? 3 ആണ്. ഇനി വീണ്ടും ഡിഫറൻസ് കാണാം. 8 - 5 തേർഡ് ടേം നിന്ന് സെക്കൻഡ് ടേം കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? 3 ആണ്. അപ്പോൾ യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 3. 3 പ്ലസ് ചെയ്യുമ്പോഴല്ലേ കിട്ടുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. Question number 3 നോക്കാം. In the picture below, the perpendiculars drawn from the bottom line are equally spaced. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ലൈൻ വരച്ചിട്ടുണ്ട്. ഏതിലേക്ക്? ഒരു ബോട്ടം ലൈനിലേക്ക്. ഈ ബോട്ടം ലൈനിലെ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഡിസ്റ്റൻസ് ഈക്വലി സ്പേസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് ABC എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ, DE എന്ന് പറയുന്ന വേറൊരു പെർപെൻഡിക്കുലർ ലൈൻ, FG അങ്ങനെ പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്നത് A മുതൽ C വരെയുള്ള ദൂരം, അപ്പോൾ അത് X ആണെന്ന് വിചാരിക്കുക, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. C മുതൽ E വരെയുള്ള ദൂരം ഈക്വൽ ആണ്. EG എന്ന് പറയുന്നത് X. അപ്പോൾ ഇത് X ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? X ആയിരിക്കും. അതാണ് തന്നിട്ടുള്ളത്. Show that the sequence of heights of perpendiculars on continuing this form an arithmetic sequence. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻസ് ഏതൊക്കെയാണ്? BC, അതേപോലെ DE, FG ഇങ്ങനെ പോകുന്ന ഈ പെർപെൻഡിക്കുലർ ലൈൻസുകളെല്ലാം എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം? അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഹിൻഡ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, വേറെ വിധത്തിൽ, ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, AA സിമിലാരിറ്റി. AA സിമിലാരിറ്റി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. AA സിമിലാരിറ്റി, ട്രയാങ്കിൾസിൻ്റെ AA സിമിലാരിറ്റി വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം.
ഒരു ചെറിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും ഒരു വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും എപ്പോഴാണ് സിമിലർ ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുക? അതിൽ ഒരു പ്രോപ്പർട്ടിയാണ് എ പറഞ്ഞാൽ ആംഗിൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ ഈ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഇതിന് പേര് കൊടുക്കുക ട്രയാങ്കിൾ ABC, അതേപോലെ ട്രയാങ്കിൾ ADE. ആ ഫിഗറിൽ ADE എന്ന് പറയുന്ന ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ABC ആയിരിക്കും. ഇവിടെ നടുക്കിലൊരു ലൈൻ വരച്ചാൽ BC. അപ്പോൾ ആ BCനെ ഒഴിവാക്കിയിട്ട് ഞാൻ ADE എന്നുള്ള വലിയ ട്രയാങ്കിൾ എടുത്തിരിക്കുകയാണ്. ഇവിടെ കാണാമല്ലേ ADE എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ. അപ്പോൾ അത് നമുക്ക് ഇതിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചൂടെ? ആംഗിൾ A എന്ന് പറയുന്നത് കോമൺ അല്ലേ? ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ A കോമൺ ആണ്. അതുപോലെ നമ്മൾക്ക് ആംഗിൾ C എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇപ്പോൾ ആദ്യം മനസ്സിലാക്കുക എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ രണ്ട് ആംഗിൾ, ഇത് 90 ആണ്, ഇത് 90 ആണ്. ഇപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾക്ക് കിട്ടി. ആംഗിൾ എയും ആംഗിൾ ഇതേപോലെ ആംഗിൾ ACBയും ആംഗിൾ ഏതും AEBയും AEDയും ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് സിമിലർ ആണ്. ഏത് ട്രയാങ്കിളുമായിട്ട്? ADEയുമായിട്ട് സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ്, കറസ്പോണ്ടിങ് സൈഡ്സ് എങ്ങനെയായിരിക്കും? പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരേ റേഷ്യോയിലാണ് വരിക. അപ്പോൾ ഇത് 2ഉം ഇത് 3യും ഇത് 4ഉമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരേ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, അതിനെ നേരെ ഇരട്ടി വലിപ്പത്തിൽ വരച്ചതാണിത്, കണ്ടോ? അപ്പോൾ 2 × 2 ചെയ്യുകയാണെങ്കിൽ ഇത് 4 വരും. 4 × 2 ചെയ്താൽ 8 വരും. 3 × 2 വരുമ്പോൾ 6. അതാണ് സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുക. കറക്റ്റ് പ്രപ്പോർഷനിൽ സൈഡ്സ് വലുതാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സൈഡ്സുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈക്വലായിട്ട് കിട്ടണം. അപ്പോൾ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് സൈഡ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ AB എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അടുത്ത ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ആയിരിക്കണം AD ആയിരിക്കണം. അതേപോലെ ബേസ് ഏതാണ്? ACയുടെ കറസ്പോണ്ടിങ് സൈഡ് ഏതാണ്? AE. അതേപോലെ ഇത് ലംബം അല്ലെങ്കിൽ ഹൈറ്റ് ഏതാണ് വരുന്നത്? BCയും DEയും ഈക്വൽ ആയിരിക്കണം. ഇതാണ് കറസ്പോണ്ടിങ്. സിമിലർ ആണെങ്കിൽ ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് എപ്പോഴും പ്രപ്പോർഷണൽ ആണ്. ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പം ഈ ഫിഗർ ഒന്നുകൂടി പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഉത്തരം പറയുക. ചോദിക്കുമ്പോൾ BC DE ഇതെന്താണ്? FG എന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താണ് ഇനി ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത്? ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺസിഡർ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് നമ്മൾ എടുക്കണത്? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ ABCയുടെ അടുത്ത നെക്സ്റ്റ് ADE. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ? ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ A. വാട്ട് ഈസ് ദ റീസൺ? അതിൻ്റെ റീസൺ എന്താണ്? കോമൺ ആംഗിൾ. കോമൺ ആണ്, രണ്ട് ട്രയാങ്കിളിലും ആംഗിൾ A എന്ന് പറയുന്നത് സെയിം ആണ്. പിന്നെ ഏത് ആംഗിളാണ് 90 ഡിഗ്രി വരുന്നത്? ആംഗിൾ ACB എന്ന് പറയുന്നതും ആംഗിൾ AED എന്ന് പറയുന്നതും എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാലോ. ഏത് സിമിലാരിറ്റി വെച്ചിട്ട്? ദെർഫോർ triangle ABC is similar to triangle ADE. ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്? AA സിമിലാരിറ്റി വെച്ച് നമുക്ക് എന്ത് പറയാം? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ എന്താ നമ്മൾ പഠിച്ച? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ എന്തെടുക്കുക? ബേസ് ലൈനും പെർപെൻഡിക്കുലർ മാത്രം എടുത്താൽ മതി. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ ആദ്യം എടുക്കാം. അതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന്. അപ്പോൾ BC എടുത്തു. BCയുടെ കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ലൈൻ അടുത്ത ട്രയാങ്കിളിൽ ഏതാണ്? DE അല്ലേ? ഏതാ ട്രയാങ്കിൾ എടുക്കണം മനസ്സിലായില്ലേ? ADE എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ബേസ് ലൈൻ എടുക്കുകയാണ്. AC എടുത്തു. അപ്പോൾ എന്ത് വരും? AE എന്ന് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ACക്കും AEക്കും നമ്മളിവിടെ ഓൾറെഡി കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തു. ഇത് X ആണെങ്കിൽ ഇത് X ആണ്, ഇത് X ആണ് അല്ലേ? അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിവൺ ദാറ്റ് എന്താണ് നമുക്ക് തന്നിരിക്കണേ? ഗിവൺ ദാറ്റ് AC ഈസ് ഈക്വൽ ടു
സി ഇ ഈസ് ഈക്വൽ ടു ഇ ജി. അത് മൂന്നും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ സിനെ ലെറ്റ് എ സി ഈസ് ഈക്വൽ ടു എക്സ്. സോ therefore let AC is equal to CE is equal to EG is equal to X എന്ന് എടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ അത് നമ്മൾ ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. therefore നമുക്ക് ബി സി ബൈ ഡി ഇ എന്തായി മാറും? എ സിക്ക് പകരം നമുക്ക് എന്തെഴുതാം? എക്സ് എന്ന് എഴുതാം. എ സി എക്സ് ആണെന്ന് എടുത്തു. അപ്പോൾ എ ഇ എന്ന് പറഞ്ഞാൽ എത്ര എക്സ് ഉണ്ട് നോക്കൂ. എ ഇ, എ മുതൽ ഇ വരെ എത്ര എക്സ് ഉണ്ട്? 2 എക്സ് ഇല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ബൈ 2x. എക്സ് ബൈ 2x എന്ന് പറഞ്ഞാൽ ഈ എക്സ് വെട്ടിക്കളഞ്ഞാൽ എന്തായി? 1/2. അപ്പോൾ നമ്മൾക്കൊരു കാര്യം കിട്ടും. എന്ത് കിട്ടും? നമുക്ക് ബി ഇ ഇൻറ്റു 1, ഡി ഇ അടിയിലും 1 മുകളിൽ. അപ്പോൾ ഡി ഇ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. ഡി ഇ ഈസ് ഈക്വൽ ടു, ഡി ഇ എന്ന് പറയുന്നത് 2 ഇൻറ്റു ബി സി. 2 ഇൻറ്റു ബി സി, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി നമ്മൾ ക്രോസ് ചെയ്യില്ലേ? ഇതേ നോക്കേ, ബി സി ബൈ ഡി ഇ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണെന്ന് കിട്ടി? 1/2 ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഡി ഇ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഡി ഇ, 2 ഇൻറ്റു ബി സി 2bc. അപ്പോൾ ഇതിന് നമുക്ക് എന്തെഴുതാം? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ ഒരെണ്ണം കൂടി എടുത്താൽ മതി. എന്നാൽ പിന്നെ നമ്മുടെ ആൻസറായി. സിമിലർലി, ഇനി അങ്ങനെ എഴുതിയാൽ മതി. സിമിലർലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ഇനി 2 ട്രയാങ്കിളും കൂടി എടുക്കാം. ഏത്? ട്രയാങ്കിൾ എ ബി സി സിമിലർ ആണ്. ഏത് ട്രയാങ്കിളായിട്ട്? സിമിലർ ടു ട്രയാങ്കിൾ എ ഡി ഇ എടുത്തു. ഇനി നമ്മൾ എ എഫ് ജി എടുക്കുക. എ എഫ് ജി. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സൈഡ്സ്, പെർപെൻഡിക്കുലർ ലൈൻസ് ഏതാണ്? ബി സി. അതുപോലെ അടുത്തതിൽ കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ലൈൻ ഏതാണ്? എഫ് ജി. അത് ബേസ് എടുക്കുക. ബേസ് ലൈൻ ഏതൊക്കെയാണ്? സൈഡ് എ സി എന്ന് പറയുന്നത് ബേസ്. വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഏതാണ്? എ മുതൽ ജി വരെ, എ ജി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സി ബൈ എഫ് ജി എന്ന് പറയുന്നത്, എ സിയുടെ വില എന്താണ്? നമ്മൾ എന്തെടുത്തത്? എക്സ് എന്ന് എടുത്തു. എ ജി എന്ന് പറയുമ്പോൾ എത്ര എക്സ് ഉണ്ട്? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, 3 എക്സ് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? എക്സ് ബൈ 3x. എക്സ് ബൈ 3xൽ ഒരു എക്സ് വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? 1/3. അപ്പോൾ നിങ്ങൾക്ക് എഫ് ജി എന്താണെന്ന് എഴുതാമോ? എഫ് ജി എന്ന് പറയുന്നത് എഫ് ജി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എഫ് ജി എന്ന് പറയുന്നത് എന്താണ്? 3 ടൈംസ് ബി സി, 3 ഇൻറ്റു ബി സി ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം ഒന്ന് അടുത്ത പേജിലേക്ക് എഴുതിയെടുക്കാം. ഡി ഇ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു ബി സി ആണെന്ന് കിട്ടി. അതുപോലെ നമ്മൾക്ക് എന്തായിരുന്നു അടുത്ത പെർപെൻഡിക്കുലർ ലൈൻ? എഫ് ജി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 3 ഇൻറ്റു ബി സി ആണെന്ന് നമ്മൾക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് ഏതൊക്കെയാണ്? പെർപെൻഡിക്കുലർ ലൈൻസ് ആർ ഏതൊക്കെയാണ്? പെർപെൻഡിക്കുലർ ലൈൻസ് ഫിഗർ നോക്കിയിട്ടൊന്ന് പറയൂ. ബി സി ഡി ഇ എഫ് ജി. അപ്പോൾ അതൊന്ന് എഴുതുക. ബി സി ഡി ഇ എഫ് ജി. നമ്മൾ 3 പേര് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ പോണു. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഒന്ന് പ്രൂവ് ചെയ്യാം. ഫ്രം 1 and 2 നമുക്ക് 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? ബി സി എ ബി സി എന്ന് മാത്രം എഴുതാം. ഡി ഇ എന്ന് പറയുന്നത് എന്താണ്? 2bc ആണ് അല്ലേ? എഫ് ജി എന്ന് പറയുന്നത് എന്താണ്? 3bc ആണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കൂ. ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ 2bc മൈനസ് ബി സി. 2bc എന്ന് ഒരു ബി സി പോയാൽ എത്രയാണ്? ഒരു ബി സി ഉണ്ടായിരിക്കും. അതേപോലെ തേർഡ് ടേം 3bcയിൽ നിന്നും 2bc കുറച്ചാൽ എത്ര ബി സി വരും? ഒരു ബി സി. അപ്പോൾ കണ്ടോ, ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? therefore perpendicular lines are in arithmetic sequence. Perpendicular lines are
in arithmetic sequence with difference BC. വിത്ത് ഡിഫറൻസ് ബി സി ഡിഫറൻസ് ആയി വരുന്ന വിധത്തിലാണ് ഈ പെർപെൻഡിക്കുലർ ലൈൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ടുള്ളത്.